ഇപ്പോൾ സാധാരണ നിലയിൽ ഈ കലാസൃഷ്ടികളുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞത് ഏത് ആ, പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് സന്ദിഗ്ധ ഘട്ടങ്ങളിലും ഒരു മനുഷ്യന് അഭയം പ്രാപിക്കാൻ കഴിയുന്നത് കലകളിലാണ്. അപ്പോൾ ആ നിലയിൽ ഗതേ പറഞ്ഞതുപോലെ ആ നിലയിലാണ് കലകൾ പരിഗണിക്കപ്പെടുന്നത്. അതിന് ദേശഭാഷ അതിർത്തികളില്ല, അതിലെ രാഷ്ട്രീയമായ വേർതിരിവുകളില്ല, അതിന് നിറങ്ങളോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതമോ ഇല്ല. അതിനെല്ലാം അപ്പുറത്ത് മാനവികതയുമായി സംവദിക്കുന്ന, അതിൻ്റെ ആശയങ്ങളെ പ്രകാശിപ്പിക്കുന്ന, എല്ലാ അതിർത്തികളെയും ഭേദിക്കുന്ന ഒന്നാണ് കല. അതുകൊണ്ട് ഓരോ രാജ്യത്തെയും സംസ്കാരത്തെയും അവിടുത്തെ രാഷ്ട്രീയത്തെയും അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളെയും അവിടുത്തെ ജീവിതാവസ്ഥകളെയും അവിടുത്തെ ആത്മീയ അവസ്ഥയും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന ധാരാളം വിഖ്യാതമായ ചലച്ചിത്രങ്ങളുണ്ട്. അതൊക്കെ കാണാനുള്ള അവസരം എന്നതാണ് സത്യത്തിൽ ഈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനെ ശ്രദ്ധേയമാക്കുന്നത്. അവിടെയാണ് ഈ കത്രിക വെക്കൽ ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അതിന് പറഞ്ഞ ഒരു ന്യായം ചലച്ചിത്ര അക്കാദമിയുടെ അപേക്ഷ വൈകി, അതുകൊണ്ടാണ് ഏതാനും ചില ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാൻ കഴിയാതിരുന്നതെന്നാണ്. ഇപ്പോൾ ടി വി ചന്ദ്രൻ ഇന്ന് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പ്രദർശനാനുമതി നിഷേധിക്കുന്നത് മറ്റു പലതിനുമുള്ള തുടക്കമാണ് എന്നാണ്. ആ നിലയ്ക്കുള്ള ആശങ്ക സംസ്ഥാന സർക്കാരിനുള്ളത് കൊണ്ടാണോ വിലക്ക് നീക്കിക്കൊണ്ട് മുഴുവൻ ചിത്രങ്ങളും പ്രദർശിപ്പിക്കുമെന്നൊരു തീരുമാനം ഇന്ന് മുഖ്യമന്ത്രി കൈക്കൊണ്ടിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഞങ്ങൾ ഇന്നലെ തന്നെ ഈ IFFK വേദിയിൽ ഞങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നു. ഞങ്ങളത് പൊതുസമൂഹത്തോട് പറഞ്ഞു, എന്താണ് സംഘപരിവാർ ഈ രാജ്യത്ത് മുന്നോട്ട് വെക്കുന്നത്. അത് ഈ ഒരു സാംസ്കാരിക സിനിമ മേഖലകളിൽ മാത്രമല്ല, സകല മേഖലകളിലും എങ്ങനെ കടന്നു കയറാം, എങ്ങനെ ഇടപെടാം എന്ന് ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത്. ഇവിടെ ഇപ്പോൾ സിനിമയിലാണ് ഇവർ ബോധപൂർവമായി ഇടപെടുന്നത്. ഇപ്പോൾ അതിൻ്റെ സാങ്കേതികത്വമൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ. ഇവിടെ ഈ സിനിമ അല്ല, അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എമ്പുരാൻ സിനിമയിൽ എന്തായിരുന്നു ഇവരുടെ പ്രശ്നം? ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്തായിരുന്നു അവിടെ പ്രശ്നം? അവിടെയൊക്കെ കത്രിക വെച്ചത് എന്തിനാ അവിടെയൊക്കെ കത്രിക വെച്ചത്? ഗുജറാത്ത് അതായിരുന്നല്ലോ ഈ എമ്പുരാൻ സിനിമയുടെ പ്രശ്നം. ഗുജറാത്തിനെ തന്നെ ആസ്പദമാക്കി ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് നടന്ന വലിയ കലാപം, വർഗീയ കലാപം, ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ കലാപം, അതിന് ബോധപൂർവമായി ഒരു രാഷ്ട്രീയ പിന്തുണ, അതിൻ്റെ RSSൻ്റെ പങ്ക്, ഇതൊക്കെ ഈ രാജ്യത്ത് ചർച്ച ചെയ്തതാണ്. അതൊക്കെ യാഥാർത്ഥ്യമാണ്, നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളാണ്. ഇതിനെ കാണിക്കുന്ന BBC ഡോക്യുമെൻ്ററി, അതിനെ എന്തിനായിരുന്നു ഇവർ നിരോധിച്ചത്? അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇവർ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവർക്ക് പറ്റാവുന്ന തരത്തിൽ അധികാരത്തെ എങ്ങനെ ദുർവിനിയോഗം ചെയ്ത് ഈ രാജ്യത്ത് ഇവർക്ക് ഇടപെടാൻ പറ്റും എന്ന് ഇവർ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുക, അത് കാണിച്ചുകൊണ്ടിരിക്കുക. സംഘപരിവാറിനാൽ RSSനാൽ നിയന്ത്രിക്കുന്ന രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ് സകല മേഖലയിലും കത്രിക വെക്കുക, ഇവർക്ക് അനുകൂലമാക്കി മാറ്റുക. എന്നിട്ട് എന്ത് തോന്നിയവാസവും ശുദ്ധ അസംബന്ധവും ഇവരുടേതായ രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു സാധ്യതകൾ ഇവർ തേടുന്നുണ്ട് ഒരു ഭാഗത്ത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സിനിമയൊക്കെ എന്തിനാണ് ഇവരിങ്ങനെ ഭയക്കുന്നത്? സിനിമയെ ഭയക്കേണ്ട കാര്യം എന്താ? നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം, നമുക്കുണ്ടാകുന്ന ഒരു ഫീലൊക്കെ എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പുതിയ കുഞ്ഞുങ്ങൾ, പുതിയ തലമുറയിൽപ്പെട്ടവരൊക്കെ ലോകത്താകമാനം സഞ്ചരിക്കാൻ പറ്റാത്തവർക്ക് അവർ ലോകത്താകെ സഞ്ചരിച്ചതിൻ്റെയും അവിടെയുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചുമൊക്കെ അവർക്ക് ഒരു നേർചിത്രം പോലെ അനുഭവിക്കാൻ പറ്റുന്ന സാധ്യതകളെയല്ലേ ഇവർ ഈ സിനിമയെ നിരോധിക്കുന്നതോടുകൂടി ഇല്ലാതെയാക്കുന്നത്? ഇപ്പോൾ പലസ്തീൻ ഇതിവൃത്തമായി വരുന്ന സിനിമകൾ വെട്ടി, ശ്രീലങ്കയുടെ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയുണ്ട്, എന്താ റിവർ സ്റ്റോൺ മറ്റോ പേരുള്ള ഒരു സിനിമ, അത് വെട്ടി. ബീഫ്, എത്ര കൗതുകം! ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഈ ബീഫ് എന്നുള്ള സിനിമ വെട്ടി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അതിനെക്കുറിച്ച് ഈ IFFK ഭാരവാഹികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്പാനിഷ് മെക്സിക്കൻ സിനിമയാണിത്. സ്പാനിഷ് മെക്സിക്കൻ സിനിമയിൽ ഇവരുദ്ദേശിച്ച, അതായത് സംഘപരിവാർ നമ്മുടെ രാജ്യത്ത് നേരത്തെ ബീഫ് നിരോധനം നടപ്പിലാക്കി അതിനെതിരെ വലിയ പ്രക്ഷോഭത്തിനൊക്കെ നേതൃത്വം കൊടുത്തവരാണ് ഞങ്ങൾ DYFI. ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ ബീഫ് സിനിമയെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ളടക്കം എന്താണ്, ഇതിൻ്റെ പ്രമേയം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ആ പേര് കണ്ടാണ് ഇവർ വെട്ടുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം എന്തായാലും അതും വെട്ടാൻ പാടില്ലല്ലോ. അപ്പോൾ ഇവർ ബോധപൂർവം ഇടപെടുകയാണ്. സാമ്രാജ്യത്വ വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ സമീപനങ്ങൾ, അതിനെതിരെയൊക്കെയുള്ള പ്രമേയങ്ങൾ ഉണ്ടോ എന്ന് ആശങ്കപ്പെട്ട്
അതിനെയെല്ലാം ഭയന്ന് ഇവർ ഇടപെട്ടുകൊണ്ടേയിരിക്കുക. നമ്മുടെ രാജ്യത്ത് നമുക്ക് തന്നെ അനുഭവമുണ്ട്. ഗൗരി ലങ്കേഷിനെയും ദാബോൽക്കറിനെയും ഗോവിന്ദ് പൻസാരെയും ഒക്കെ കൊലപ്പെടുത്തിയവരുടെ പാരമ്പര്യമുള്ളവരാണ് ഈ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ. അവരിൽ നിന്ന് ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. ഇനിയും ഇതിലധികം ഇവർ ഇടപെട്ടുകൊണ്ടേയിരിക്കും, നമ്മെ വല്ലാത്ത തരത്തിൽ വീർപ്പുമുട്ടിച്ചുകൊണ്ടിരിക്കും. ഇവിടെയെല്ലാം വലിയ പ്രക്ഷോഭവും പ്രതിരോധവും ചെറുത്തുനിൽപ്പും ഉണ്ടാകും എന്നുള്ളത് ഇവർ സംശയിക്കേണ്ട. ഗതികെട്ട ജനം ഇവർക്കെതിരെ വലിയ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങും. ആ പ്രതികരണത്തിന്റെ നേതൃത്വമായി ഞങ്ങളും ഉണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.